ഈ കാണുന്ന കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ബിരിയാണിക്കുള്ള തക്കാളി മുറിക്കുന്നതാണ് കേട്ടോ. പക്ഷേ അതൊന്നല്ല, ഒരു മീൻകറിക്കുള്ള തുടക്കമാണ്. അപ്പം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിയാപ്പിള മീൻ മുളക് പരക്കി വെച്ചിട്ടുണ്ട്, പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലിൻ്റെ കൂടെ വന്ന പാത്രമില്ല, അത് ഇവിടെ മാത്രം കിട്ടുന്ന കേട്ടോ. അത് ചോദിച്ചാൽ ആരും ഇങ്ങോട്ടേക്ക് വരണ്ടേ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ലേശം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക, പക്ഷേ കടുക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഉലുവ മാത്രം ഇട്ട് കൊടുക്കുക. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടുന്ന സൗണ്ട് അടിച്ച് ലാമിക്കുട്ടി ടോട്ടോ എന്നാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ 2-3 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. രാത്രിക്കും കൂടെ നീട്ടി വെക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഇളക്കി വെച്ചതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് കൊടുക്കുക. പുളി പിഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് വരക്കി വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പിയാപ്പിള മീൻ അല്ലെങ്കിൽ കുട്ടൻ മീൻ കേട്ടോ. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് നമ്മൾ പൊരിക്കേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം പിന്നെ കറി നല്ലോണം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു സ്പെഷ്യൽ കറിയാണ്.